ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിനു പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യമെമ്പാടുമുള്ള 10,000-ലധികം കേന്ദ്രങ്ങളിൽ നിന്നായി വൻ യുവജന പങ്കാളിത്തം ചടങ്ങിലുണ്ടാകും. മൈ ഭാരത് വോളണ്ടിയർമാർ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ലധികം ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് പിന്നിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ കഴിവുകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ പരിപാലനം, ജലസംരക്ഷണം, പ്രകൃതി വിഭവ സംരക്ഷണം എന്നിവയിൽ യുവജനങ്ങൾ സജീവമായി പങ്കാളികളാകണമെന്നും തദ്ദേശീയ നിർമ്മിതികൾ സമ്മാനമായി നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൈസൂരിൽ സ്വാമി വിവേകാനന്ദ കൾച്ചറൽ യൂത്ത് സെന്ററായ വിവേക സ്മാരക ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളെ വഴി നടത്തുകയും രാഷ്ട്ര നിർമ്മാണത്തിന് അവരെ പ്രാപ്തരാക്കുകയുമായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. स्वामी विवेकानंद जी युवाओं की शिक्षा को राष्ट्र निर्माण का मजबूत आधार मानते थे. आज युवा दुनिया के विकास को गति दे रहा है. आज भारत की अर्थव्यवस्था सबसे तेजी से आगे बढ़ रही है. भारत के युवाओं के सामर्थ्य से 2026 നീറ്റ് PG പരീക്ഷയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്ത് കേന്ദ്രമന്ത്രി JP നഡ്ഡ. ഈ മാസം 30-നാണ് നീറ്റ് PG പരീക്ഷ. പരീക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. 2,73,183 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ നീറ്റ് PG പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1,09,019 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഓഗസ്റ്റ് 10-ന് നൽകേണ്ട പതിവ് പ്രതിമാസ വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളിലെ വികസന മൂലധന ചെലവുകൾക്ക് വേഗം കൂട്ടാൻ ലക്ഷ്യമിട്ടാണ് തുക മുൻകൂട്ടി നൽകിയതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. 2,597 കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോവ് ബക്തിയോർ ഓദിലോവിഷ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഈ മാസം 5-ാം തീയതി വരെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന ബിസിനസ് ഫോറത്തിലും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്താകെ 65 ക്യാമ്പുകൾ തുറന്നതായും 1465 പേർ ക്യാമ്പുകളിലുണ്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ KSEBിക്ക് നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടറേറ്റുകളിലെ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 127 വീടുകൾ ഭാഗികമായും 17 എണ്ണം പൂർണ്ണമായും തകർന്നു. വിവിധ ജില്ലകളിലായി 6 മരണം റിപ്പോർട്ട് ചെയ്തു. 4 പേരെ കാണാതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറെന്ന് മന്ത്രി M. ലിജു. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, അന്ധകാരനഴി എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. കേരളത്തിൽ തുടരുന്ന മഴയെ തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ AMS പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.ams.kerala.gov.in. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്തുവാനിരുന്ന വള്ളസദ്യകൾ മാറ്റിവെച്ചതായി ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. പെയ്ഡ് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്നത്തെ വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും മാറ്റിവെച്ചിട്ടുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ അലോക് ആനന്ദ സ്ഥാനമേറ്റു. നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ്സിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10ാം ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി. ഗുസ്തി താരങ്ങളായ പ്രീതി പവാർ, ജയ്സ്മിൻ ലംബോറിയ, പ്രിയ ഖൻഗാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാജ്, അങ്കുഷ് പൻഖാൽ എന്നിവർ വ്യത്യസ്ത വിഭാഗങ്ങളിൽ സ്വർണം നേടി. ജാദുമണി സിംഗ്, ലവ്ലീന ബർഗോഹെയ്ൻ, നരേന്ദർ ബർവാൾ എന്നിവർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പുരുഷ വിഭാഗം 5000 മീറ്റർ ഫൈനലിൽ ദീർഘദൂര റണ്ണർ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. ഈ വർഷത്തെ ഗെയിംസിൽ ഗുൽവീർ സിംഗിന്റെ 2ാം മെഡലാണിത്. ഇതോടെ ആകെ സ്വർണ്ണ നേട്ടം 13 ഉയർത്തിയ ഇന്ത്യ 39 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരായുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലുള്ള അമേരിക്കൻ പൌരന്മാർ പ്രദേശം വിടാൻ തയ്യാറായിരിക്കണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമാധാന നടപടികൾക്ക് തയ്യാറെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഗസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. സ്പെയിൻ നഗരമായ സെയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് EU രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67ഓളം പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പെറുവിൽ വിനോദസഞ്ചാരികളുമായി പോയ ചെറുവിമാനം തകർന്നു വീണ് 13 പേർ കൊല്ലപ്പെട്ടു. നാസ്ക നഗരത്തിന് സമീപമാണ് വിമാനം പതിച്ചത്. പെറുവിയൻ എയർലൈനായ എയറോഡിയാനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 2,11,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും.
ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.